ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ സുപ്പു ഇന്നും ഒരു അടിപൊളി കിടുക്കാച്ചേരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ. ഇന്ന് ഞാൻ വേറൊന്നും തേക്കുന്നില്ല. ഇന്ന് നമുക്കിത് തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദരിദ്രവാസിയാണെന്ന് പറയരുത്. ഇതിനകത്ത് ഒരു സംഭവം ഇന്ന് സലാഡിനൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതാണ് മിച്ചം വന്നതൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കും കേട്ടോ. നാണക്കേട് പറയല്ലേ നിങ്ങൾ. ഞാൻ അതല്ല അതിൻ്റെ അറ്റം വരെ പോകുന്നവളാണ് ഈ സുപ്പ് കേട്ടോ. അപ്പോഴേ കുറച്ചേ ഉള്ളൂ, എന്നാലും അതുകൊണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളെന്താ ഇന്നലത്തെ കിടുവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അത് പാൽപ്പൊടിയും അലോവേര ജെല്ലിൻ്റെയും കേട്ടോ അടിപൊളി കിടുക്കാച്ചിയാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി ഒന്ന് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ അടിപൊളി കിടുക്കാച്ചി ഒരു ടിപ്പായിട്ടാണ് വന്നത്. ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തോളൂ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പരീക്ഷിക്കുന്നത് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. നേരത്തെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവനെ എടുത്ത് ഞാനങ്ങ് ഇടും കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ നമുക്ക് മുഖത്തിടാം കേട്ടോ. എന്ന് വെച്ചാൽ എന്തോ ചൂടാകട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ എടുത്തേക്കുന്ന സംഭവങ്ങൾ എന്താ, അതെ കവറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മുടെ റാഗിപ്പൊടി, ഇതിന് പഞ്ഞിപ്പുല്ലെന്ന് പറയല്ലേ, കുറുക്കി കുടിക്കാം, പുട്ടുണ്ടാക്കാം, വറുത്ത പൊടി നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം, കുറുക്കി മക്കൾക്ക് കൊടുക്കും, നമ്മൾ കഴിക്കും ഇപ്പോൾ കേട്ടോ. എല്ലാവർക്കും നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോഴേ റാഗിപ്പൊടിയും നമ്മുടെ തൈരും, ഒരുപാട് അങ്ങ് പുളിയില്ലാത്ത ഞാൻ പറഞ്ഞ അതാ കേട്ടോ. ദരിദ്രവാസിയാണെന്നും പറയരുത്. എന്ത് തൈര് പാത്രം കൊണ്ട് അങ്ങേറ്റം പോയിട്ട് സലാഡിന് എടുത്ത് വെച്ചതാട്ടോ. സുപ്പ് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇത്ര ഗമയെ പറയുന്നത്. അപ്പോൾ നമുക്ക് തൈരും കൂടെ ചേർത്ത് അങ്ങോട്ട് മുഖത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കിടു ഐറ്റമാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീരോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്കിതിനകത്ത് പുരട്ടാം. പക്ഷേ ഞാൻ ഇന്ന് ഇത് മാത്രം ഇടുവാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ മാറ്റി നമുക്ക് ഓരോ പായ്ക്കിലിട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. കുറേ കഴിക്കാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് തട്ടിമറിച്ച് ഒഴിക്കുന്നത് കേട്ടോ. തൈര് മാത്രമാണെങ്കിലും നമ്മുടെ മുഖത്തിട്ട എന്ത് അടിപൊളിയാണ് അല്ലേ. അതെ, നമ്മുടെ മിക്സ് അങ്ങനെ കിടുവായി. കുളിക്കുന്നതിന് മുന്നേ ഒക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുഖം കഴുകാം. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് പിന്നെയും പോയി അടിപൊളിയായിട്ട് കുളിച്ചു. സോപ്പിടരുതെന്ന് മാത്രം കേട്ടോ. അതാ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും പോയി സോപ്പ് ഇടുകയോ ചെയ്യരുത്. ഞാൻ എൻ്റെ മുഖത്ത് അത്ര സോപ്പ് ഇടത്തില്ല കേട്ടോ. സത്യമായിട്ട് വന്ന് ഈ പായ്ക്കുകളൊക്കെ ഇട്ട് നമ്മൾ ഇത്രയേ നമ്മുടെ സ്കിന്നൊക്കെ ഇത്തി വലിഞ്ഞങ്ങ് നോക്കും. വായുനോട്ടത്തിന് ഒരു കുറവില്ല. നമ്മുടെ സ്കിന്നൊക്കെ ഇത്രയും നല്ല സോഫ്റ്റും സുന്ദരവും ഒക്കെ ആയി ഇരിക്കുന്ന മുഖത്ത് നമ്മൾ വീണ്ടും ഉള്ള കെമിക്കലായിട്ടുള്ള സോപ്പൊക്കെ വാരി തേച്ച് എന്തിനത് വൃത്തികേടാക്കുന്നത്. ഇനി പായ്ക്കുകൾ നമ്മൾ ഇട്ടത് കൊണ്ട് ഒരു ഇതുമില്ല കേട്ടോ, ഗുണവും കിട്ടത്തില്ല. അപ്പോഴതുകൊണ്ട് കേട്ടോ എല്ലാവരും സൂക്ഷിക്കും. വെറുതെ അല്ലാതെ പറയുന്നത് കേട്ടോ, സത്യം തന്നെയാണ്. സോപ്പ് ഒരുപാട് നമ്മൾ കൈകാര്യം ചെയ്യാതിരിക്കുന്നതല്ല. നമ്മുടെ ഈ പായ്ക്കുകളൊക്കെ ഇടുമ്പം തന്നെ ഒരുപാട് നമ്മുടെ മുഖത്ത് അഴുക്കുകളൊക്കെ പോകും കേട്ടോ. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ അല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോഴും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോഴത് ഈ സോപ്പൊക്കെ ഇട്ട് പിന്നെ ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളം കൊണ്ട് കഴുകിയാൽ മതി ഇതൊക്കെ കേട്ടോ. ഈ ഒരു പായ്ക്കുകളൊക്കെ നമുക്ക് തണുത്ത വെള്ളത്തിലാണ് കഴുകിയെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ചൂടുവെള്ളം കൊണ്ട് പിന്നെ തുടച്ച് മാറ്റേണ്ടത് പായ്ക്കുകളുണ്ട്. അതപ്പം നമുക്ക് ചെയ്താൽ മതി. ഇതിനൊക്കെ നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് തന്നെ കുറച്ച് ഐസൊക്കെ ഇട്ട് ഇപ്പം അതൊക്കെയാണ് നല്ലത് കേട്ടോ. കുറച്ച് ഐസൊക്കെ ഇട്ട് ഞാനിപ്പോഴും ഇവിടെ മുഖം കഴുകാൻ തന്നെ കേട്ടോ. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ചൂടാണ് ഇവിടെ. കടമ്പനാട്ട് 14 വാർഡിലാണോ ഇത്രയും ചൂട് കൂടുതൽ? എനിക്കറിയത്തില്ല പിള്ളേരെ. ഒരു 15 മിനിറ്റ് നേരെ ഇരുന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റാം കേട്ടോ. നമ്മളെ ഈ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പാക്കിയിട്ട് കഴിഞ്ഞ്
അറിയാതെ നമ്മുടെ മുഖത്ത് സോപ്പ് പോകും കേട്ടോ. നമ്മൾ കഴുത്തൊക്കെ എന്തായാലും സോപ്പിട്ട് കഴുകും. അതാ പറയുന്നത്, കുളിച്ച് കഴിഞ്ഞതിന് ശേഷം പായ്ക്കൊക്കെ ഇടും. ചിലർക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. അതാ തുടച്ച് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. നമ്മളറിയാതെ ചിലപ്പോൾ സോപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിന് പിന്നെ പ്രയോജനം കിട്ടത്തില്ല കേട്ടോ. നല്ല തണുത്ത തൈരായതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് മുഖത്ത്. നമുക്കിത് വാങ്ങിക്കാം, പൊടി വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് സംഭവം ഈ കൂരകം വാങ്ങിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കുന്നത് അന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ പാറ്റി പറക്കി കഴുകി ഉണക്കി പിന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ അരകല്ലിൽ അരച്ചാൽ, ഞാൻ മക്കൾക്കൊക്കെ അങ്ങനെ ആയിരുന്നേ, പൊടിയല്ലായിരുന്നു വാങ്ങിക്കുന്നത്. ഇങ്ങനെ അരകല്ലിൽ അരച്ച് പിന്നെ അരിച്ചിങ്ങനെ അതിൻ്റെ ചുമന്ന സംഭവം ഉണ്ടല്ലോ, ആ തോലൊക്കെ എടുത്ത് കളഞ്ഞിട്ടായിരുന്നു. എൻ്റെ ദൈവമേ, 2 എണ്ണത്തിനെ കൊടുത്ത പാടൊന്നും പറയേണ്ട. മൂക്കും വായും മൊത്തം പൊക്കി മൊത്തത്തിൽ അടച്ച് ഇടിച്ച് കേട്ടോ. മൂക്കും വായും പൊത്തിയ കൊച്ചെങ്ങനെ കുടിക്കും? മൂക്ക് ചിലപ്പോൾ നമുക്ക് ദേഷ്യം കയറും കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ ഓടി കിടക്കുമ്പോഴാണ് കുറുക്ക് കൊടുക്കാത്ത പിള്ളേരെ നമ്മൾ ചിലപ്പോൾ 2 എണ്ണം കൊടുക്കുകയും ചെയ്യും. പിള്ളേരൊക്കെ വൈരാഗ്യം കാണുമല്ലേ, അന്ന് കുറുക്ക് കൊടുത്തതിൻ്റെ വൈരാഗ്യം പിള്ളേർക്ക് കാണും കേട്ടോ. അപ്പോഴേ ഇത് നമുക്കൊന്ന് മസാജൊക്കെ ചെയ്യണം കേട്ടോ. കഥ പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തുമാത്രം പാടുപെട്ടാ നമ്മുടെ പിള്ളേരെയൊക്കെ വളർത്തിയത്. കുറുക്ക് കൊടുക്കാൻ വിടുന്ന പാടുകളൊന്നും പറയണ്ട. പിന്നെ അപ്പന്മാരുടെയും അമ്മമാരുടെയും കയ്യിൽ നല്ല വഴക്ക് കിട്ടും. കൊച്ചുങ്ങളെ കരയിപ്പിക്കാതെ അതുങ്ങൾ കുടിച്ചോളും, ആവശ്യത്തിന് കുടിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് എന്തുമാത്രം വഴക്ക് കിട്ടിയിട്ടുണ്ടെന്നറിയാമോ? അപ്പോഴത്തെ ഇങ്ങനെ മസാജ് ചെയ്ത് കിടുവാക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് 15 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കഴുകി മാറ്റിയുണ്ടല്ലോ തുടുത്ത കവിളുകളൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബ്ലഡ് സർക്കുലേഷനൊക്കെ ഓടിച്ചാടിയൊക്കെ വരട്ടി. ഇത് വരട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കണം ഏതെങ്കിലും പിരിവുകാരോ നാട്ടുകാരോ വീട്ടുകാരോ അയൽവാസികളോ വരുന്നത്. ദൈവമേ, എനിക്ക് ഭയങ്കര പേടി കേട്ടോ. ഞാൻ ഓടിപ്പോയി പെരച്ചെല്ലിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? അല്ല, സത്യം പറയും. സുപ്പുവിൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്ത് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരുന്നതൊക്കെ ചെയ്തോണം. ഇല്ലെങ്കിൽ നാളെ മുതൽ കമ്പും കൊണ്ട് ഈ സുപ്പ് വരുന്നത് കേട്ടോ. മര്യാദയ്ക്ക് ചെയ്തോണം. ഇന്നലെ ഞാൻ പറഞ്ഞു, സുപ്പുവിൻ്റെ പാത പിന്തുടർന്നാൽ ആരെങ്കിലുമൊക്കെ ആകാം നിങ്ങൾക്ക്. അപ്പോഴും നമുക്ക് ഇരുന്നിട്ടൊക്കെ ഞാൻ തുടച്ചിട്ട് വരാം കേട്ടോ, കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ. അന്നേരം കാണാൻ റിസൾട്ട് നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു നേരം 15 മിനിറ്റ് ഞാൻ ഇരിക്കുന്നുണ്ട്, എന്നിട്ട് കഴുകിയിട്ട് വരാം കേട്ടോ. എളുപ്പമാവുമല്ലോ അന്നേരം. എളുപ്പമല്ല, എന്തായാലും കിട്ടും, റിസൾട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴുകിക്കിടുന്നത് അടിപൊളി കിടക്കാച്ചി കേട്ടോ. സൂപ്പറാണ്. അപ്പോഴിടയ്ക്ക് നമ്മൾ റാഗിപ്പൊടിയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഒന്ന് മസാജൊക്കെ കൊടുത്ത് ഒന്ന് സ്ക്രബൊക്കെ ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ ആഴ്ചയിലൊക്കെ അരിപ്പൊടി മാത്രം കൊടുത്താൽ പോരാ. റാഗിപ്പൊടിയും വേണം. അപ്പോഴേ റാഗിപ്പൊടി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. കുറുക്കി നമുക്ക് മുഖത്തിടാം, അല്ലാതെ ഇങ്ങനെയും തൈരുമായിട്ട് മിക്സ് ചെയ്യാം, പാലുമായിട്ട് മിക്സ് ചെയ്യാം, പിന്നെ തക്കാളി നീരുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ, കിടുവാണ്. ഇതേ മുഖമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തൊടുത്ത് എൻ്റെ പൊന്നെ ചുവന്ന് തൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾ ഇട്ടാലല്ലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇടുന്നവർ കാണും കേട്ടോ. നമ്മൾ മിക്കവാറും ഇത് ഇടുന്നതല്ലേ. അപ്പോൾ ഇടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, റാഗിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വേഗം പോയി ഇട്ടോളൂ കേട്ടോ. നാളെ കല്യാണത്തിന് പോകുമ്പോൾ നമ്മളാണ് സുന്ദരിമാർ കേട്ടോ. മണവാട്ടിയെക്കാട്ടിലും മണവാട്ടി നമ്മളായിരിക്കും കേട്ടോ. മണവാട്ടി കേൾക്കണ്ട ഇതൊന്നും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അല്ല, ഇത് ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയും. നമുക്ക് ചൂട് കാലാവസ്ഥയല്ലേ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് നോക്കാം കേട്ടോ. ഇതൊക്കെ ഇട്ട് നോക്കുമല്ല, ഇതൊക്കെ ഇട്ടാൽ മതി കേട്ടോ. വേറെ ക്രീമുകളൊന്നും വാരി പെരട്ടണ്ട. തൈര് ഈ റാഗിയായിട്ടോ വേറെ പിന്നെന്താ കടലമാവിനകത്തും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് പെരട്ടി കടലമാവ് ഇടുവാണ് കേട്ടോ. അപ്പോൾ കള്ളത്തരം ഒന്നുമല്ല ഞാൻ പറയുന്നത്. പിന്നെ സോപ്പൊന്നും ഇട്ട്
മുഖത്ത് തേച്ച് കഴുകരുത് കേട്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഗ്ലാമറെല്ലാം പോവും കേട്ടോ. കുറച്ച് സോപ്പൊക്കെ ഇട്ടാൽ മതി മുഖത്ത്. സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കണം. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നല്ല വ്യത്യാസം കിട്ടും. പിന്നെ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഏത് തരം പായ്ക്കുകളിട്ടാൽ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തില്ല. തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണം. നമ്മുടെ മുടിയിലാണെങ്കിലും ഭയങ്കര സെറ്റപ്പാണ്. ബൈക്കിനകത്ത് വരെ നിങ്ങൾ കേട്ടോ. എൻ്റെ ദൈവമേ, പൂവാലന്മാരുടെ പരിപാടികൾ ബൈക്കിനകത്ത് ഭയങ്കര സൗണ്ടിൽ പാട്ടിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇന്ന് നിങ്ങളിത് ചെയ്ത് നോക്കണം. റാഗിപ്പൊടി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചേട്ടനോട് പറഞ്ഞ് വേഗം പോയി റാഗിപ്പൊടിയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് തേച്ചോളൂ കേട്ടോ. എനിക്കിച്ചിരി ലിസ്റ്റൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അണ്ണൻ്റെ ഇന്നലെ വഴക്കുണ്ടാക്കും. എൻ്റെ സാമഗ്രികളൊക്കെ തീർന്നിട്ടുണ്ട്, എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരാനില്ല. അവൻ വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ. ഇല്ലാത്ത സംഭവങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ മറന്നു പോകും കേട്ടോ. ഞാൻ പിന്നെ എഴുതി വയ്ക്കും. എന്നിട്ട് ഞാൻ പറയാം എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരണേന്ന്. വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ. അപ്പോഴേ ഇഷ്ടമല്ല, ഇങ്ങനെ ക്രീമുകളൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല, എന്നെ വഴക്ക് പറയത്തില്ല കേട്ടോ. എനിക്ക് മുഖക്കുരു ഇങ്ങനെയൊക്കെ ഇടുന്നത് കൊണ്ടുള്ള വലുതായിട്ട് മുഖക്കുരുകളോ പാടുകളോ ഒന്നുമില്ല എൻ്റെ മുഖത്ത് കേട്ടോ. പിന്നെ ഇച്ചിരി കളറൊക്കെ കുറഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ ഇടുമ്പോൾ ഇച്ചിരി കളറൊക്കെ കിട്ടും. ഇല്ലാത്ത ദിവസം ഞാൻ 2 ആഴ്ച കൊണ്ട് ഇടുന്നില്ലായിരുന്നല്ലോ, നമ്മൾ പായ്ക്കളൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി കളറൊന്നും കാണത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് തുടങ്ങുമ്പോൾ വീണ്ടും നമുക്ക് കളറുകളൊക്കെ കിട്ടും, വീണ്ടും തിരിച്ച് കിട്ടും. അപ്പോഴതാ ഞാൻ പറഞ്ഞ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഓരോ പായ്ക്കൾ മാറി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഈ ഗുരുവിൻ്റെ വാക്കുകൾ സത്യം തന്നെയാണ് കേട്ടോ. എൻ്റെ ശിഷ്യരെല്ലാം ഇതനുസരിക്കണം. ഈ ഗുരു പറയുന്നതെല്ലാം എൻ്റെ ശിഷ്യരെല്ലാം അനുസരിക്കണം കേട്ടോ. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കേട്ടോ, എല്ലാവരും അനുസരിച്ചോളാം, അല്ലെങ്കിൽ നല്ല അടി തരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം കേട്ടോ.